നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും ചക്കക്കുരുവും വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ പ്ലേറ്റ് കാലി ആവുന്നത് അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി കൂടുതലും മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയതാണ്, അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മുടെ കറിയിലേക്ക് ആവശ്യമില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാനിതൊന്ന് രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ല, ഏകദേശം ഒരു പകുതിയോളം, കുറച്ച് ഇത് വലിയ പീസാണ്. ഈ പീസ് മതി നമ്മുടെ കറിയിലേക്ക്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുമ്പളങ്ങ ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു അതിൻ്റെ മുകളിലുള്ള ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് നേരെ കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ആ മുകളിലുള്ള സ്കിന്നുണ്ടല്ലോ, ബ്രൗൺ കളറ്, അത് ഞാൻ കളയണില്ല. അതിൽ ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞോളൂ. ഇനി ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ചട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് നമ്മളിപ്പോൾ ഈ കഴുകി കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ, ആ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ടിയൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി സ്റ്റവ് ഓണാക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കുമ്പളങ്ങ വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് തേങ്ങ, ഒരു വലിയ 2 പിടി ഫ്രഷ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു കഷ്ടിയൊരു അരമുറിയോളം തേങ്ങ അതിൽ ഉണ്ടാവും. പിന്നെ ഒരു 2 പച്ചമുളക് ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് രണ്ടാക്കിയിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ജീരകവും, പിന്നെ അതിലേക്ക് ഒരു മീത 2 ടേബിൾ സ്പൂൺ, നല്ല മീത എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ ഒരു 1/4 വേവായിട്ടുണ്ട്. മുഴുവനായിട്ട് അങ്ങോട്ട് വെന്തിട്ടില്ല. നമുക്കത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നല്ലോണം അങ്ങോട്ട് പെട്ടെന്ന് അത് ഉടഞ്ഞു പോകണില്ലല്ലോ, കുറച്ച് ബലത്തിലല്ല ഇത് ഇരിക്കുന്നത്. ഇതുപോലെ 1/4 വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിതാ ആ നേരത്തെ അവിടെ എടുത്ത് വെച്ച ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. ചക്കക്കുരു മുഴുവനായിട്ടും വെന്തിട്ടില്ല, അതാണല്ലേ, ചെറുതായിട്ട് 1/4 വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്തതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കർ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് കൊടുത്താലും മതി. ഈ ചക്കക്കുരുവും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ ചക്കക്കുരുവും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പൊക്കെ നേരെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ചു വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി പുളി വേണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി തൈര് ഇതിലേക്കിട്ട് ഒന്നുകൂടി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുത്തോളൂ. തൈര് ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം വേണം, ഒരുപാട് തിക്കല്ലേ, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിക്നെസ്സും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഉപ്പും പുളിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി ഉപ്പ് വേണം, ഞാനിതിലേക്ക് ഒരു ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ആ തിള വരുമ്പോൾ വാങ്ങണം. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈരല്ലേ പെരഞ്ഞി പോവുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്, ഒരുപാടിട്ട് തിളച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കാം. വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കുമ്പളങ്ങയും ചക്കക്കുരുവൊക്കെ വെച്ചിട്ടുള്ള മോരുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഈ കുമ്പളങ്ങയിൽ കൂടെ ചക്കക്കുരു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.